ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സെൽഫ് ലവ് മിറർ വർക്കിൻ്റെ 20ാമത്തെ ദിവസത്തെ പ്രാക്ടീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രാക്ടീസിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങളോടൊരു കാര്യം പറയുകയാണ്. നമ്മുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുന്നു. അതിന് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും നന്ദി പറയുന്നു. ഒപ്പം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. വളരെ സന്തോഷം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ പ്രാക്ടീസ് കുട്ടികളെ മിറർ വർക്ക് പഠിപ്പിക്കുക. കുട്ടികളും പലതരത്തിലുള്ള സ്ട്രെസ്സുകൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇന്ന് കുട്ടികൾക്ക് മിറർ വർക്ക് പറഞ്ഞു കൊടുക്കാം. അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന അത്ഭുതങ്ങളെ നിങ്ങൾക്ക് നേരിട്ട് കാണാം. ചെറുപ്പത്തിൽ ആയിരിക്കുമ്പോൾ നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല ഏതു തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കണം എന്ന്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ വരുന്ന വാക്കുകളാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ നമുക്ക് ഇപ്പോഴറിവുണ്ട് ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചാൽ അത് നമ്മളെ തന്നെ ബുദ്ധിമുട്ടിലാക്കുമെന്ന്. ആ അറിവുകൾ നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ പകർന്നു കൊടുക്കാം. കുട്ടികൾക്ക് ഏതു കാര്യവും നമ്മൾ പ്രവർത്തിച്ചാണ് കാണിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ എന്തു ചെയ്യുന്നു, എങ്ങനെ ഇരിക്കുന്നു, എങ്ങനെ സംസാരിക്കുന്നു, ഏതു വാക്കുകൾ ഉപയോഗിക്കുന്നു, ഇതൊക്കെയാണ് കുട്ടികൾ അനുകരിക്കുന്നത്. അവർ അതുപോലെ ആയിരിക്കും. കുട്ടികളെ സ്വതന്ത്രരാവാൻ അനുവദിക്കുക. ഒപ്പം സ്വന്തം അറിവിലും കരുത്തിലും വിശ്വസിക്കുന്നവരാകാനും അവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക. ആരായിരുന്നാലും എന്തായിരുന്നാലും സ്വയം സ്നേഹിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുക. അവർക്ക് അർഹതയുണ്ട് എന്നും പറഞ്ഞു കൊടുക്കുക. ഇതൊന്നും തന്നെ നമുക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല. നമ്മുടെ മാതാപിതാക്കൾ അവരാൽ കഴിയുന്ന വിധം നമ്മൾക്ക് ഏറ്റവും നല്ലത് അവർ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുക, നന്ദിപൂർവ്വം ഓർമ്മിക്കുക. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അവസരമുണ്ട് നിങ്ങളുടെ കുട്ടികളെ മിറർ വർക്ക് പഠിപ്പിക്കാൻ. അവരും അവരെ പരിപാലിക്കാൻ പഠിക്കട്ടെ. ഒരു പാരൻസും ഒരു കുഞ്ഞും പെർഫെക്റ്റ് അല്ല. ചിലപ്പോഴെല്ലാം നമ്മുടെ ഭാഗത്തു നിന്ന് തെറ്റുകൾ പറ്റാറുണ്ട്. അതൊക്കെ വളർച്ചയുടെ ഭാഗമാണ്. നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിരുപാധികം സ്നേഹിക്കുക എന്നതാകുന്നു പ്രധാനമായും ചെയ്യേണ്ടത്. ഇനി ഇന്നത്തെ അഫർമേഷൻ: ഞാൻ എന്താകണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതാകാൻ എനിക്ക് കഴിയുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് ചെയ്യാൻ എനിക്ക് കഴിയുന്നു. ജീവിതം എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ഇനി മിറർ വർക്കാണ്. ജസീക്ക എന്ന പെൺകുട്ടി മിറർ നോക്കി പറയുന്ന അഫർമേഷൻ്റെ യൂട്യൂബ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അത് നോക്കി നിങ്ങളുടെ കുട്ടികളോട് അതുപോലെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറയണം. ആ ഒരു വീഡിയോ നിങ്ങളുടെ കൂടെ ഇരുന്നുകൊണ്ട് വേണം നിങ്ങളുടെ കുട്ടി കാണുവാനായിട്ട്. ജസീക പറഞ്ഞതുപോലെ നിങ്ങളുടെ കുട്ടിയോട് അവരുടെ സ്വന്തം അഫർമേഷൻ ഉണ്ടാക്കാനായിട്ട് പറയണം. അവർക്ക് എന്ത് ചെയ്യുമ്പോഴാണ് സന്തോഷം കിട്ടുന്നത് എന്ന് മിററിൽ നോക്കി പറയാൻ പറയണം. നിങ്ങൾക്കും ഈ എക്സസൈസ് ചെയ്യാം. ഇനി പറയുന്ന അഫർമേഷൻ പറയാൻ ശ്രദ്ധിക്കുക. നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ വളരെ വലിയവനാണ്. ഞാൻ സൗന്ദര്യമുള്ള വ്യക്തിയാണ്. എനിക്ക് വളരെ നല്ല മുടിയുണ്ട്. എനിക്കൊരു TV സ്റ്റാറിനെ പോലെ നൃത്തം ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങളുടെ കുട്ടിയോട് ഒപ്പം മിറർ വർക്ക് ചെയ്യാൻ സമയം കണ്ടെത്തണം. അത് അതിരാവിലെ തന്നെയാണ് നല്ലത്. ഇനി നോട്ട്ബുക്കിൽ ചെയ്യേണ്ട കാര്യമാണ് കുട്ടിയോട് ക്രയോൺസ്, കളർ പെൻസിൽ, പശ, ഗ്ലിറ്റേഴ്സ് എല്ലാം കൊണ്ടുവരാനായിട്ട് പറയണം. ഇതെല്ലാം ഉപയോഗിച്ച് കണ്ണാടിയുടെ ചുറ്റും അലങ്കരിക്കാൻ പറയണം. അതിനുശേഷം കണ്ണാടിയുടെ മുമ്പിൽ വന്ന് നിന്ന് നിങ്ങളും നിങ്ങളെപ്പറ്റിയും കുട്ടിയെ പറ്റിയും പോസിറ്റീവ് അഫർമേഷനുകൾ പറയണം. പറയാനുള്ള അഫർമേഷൻ നോട്ട്ബുക്കിൽ ആദ്യം തന്നെ എഴുതി വെക്കുക. ഇനി ഇന്നത്തെ ഹൃദയചിന്ത: ഞാൻ എൻ്റെ കുട്ടികളുമായി ഉള്ളു തുറന്ന് സംസാരിക്കുന്നു. ഇത് 21 പ്രാവശ്യം പറയണം. കുട്ടികളുമായിട്ട് തുറന്ന് സംസാരിക്കണം. പ്രത്യേകിച്ച് ടീനേജിലുള്ള കുട്ടികളുമായിട്ട് അവരോട്
അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഫീൽ ചെയ്യരുത്, അതുപോലെ ആവരുത്, അങ്ങനെ പ്രകടിപ്പിക്കരുത് എന്നൊക്കെയുള്ള വാക്കുകളാണ് നാം കുട്ടികളോട് പറയാറുള്ളത്. അരുത് അരുത്, ഇതാണ് അവർ കൂടുതലായിട്ട് കേൾക്കുന്നത്. അങ്ങനെയാകുമ്പോൾ കുട്ടികൾ നിങ്ങളോട് സംസാരിക്കുന്നത് തന്നെ നിർത്തും. പിന്നീട് നിങ്ങൾ വയസ്സാവുമ്പോൾ പറയും കുട്ടികൾ നിങ്ങളെ വിളിക്കാറില്ല എന്ന്. എന്തുകൊണ്ടാണ് അവർ വിളിക്കാത്തത്? നിങ്ങളുമായുള്ള ആശയവിനിമയത്തിൻ്റെ കണക്ഷൻ മുറിഞ്ഞുപോയി. അതാണ് കാരണം. അതേസമയം കുട്ടി ഒരു കാര്യം പറയുമ്പോൾ അത് സാരമില്ല, അങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ നിനക്ക് എന്താണ് പറയാനുള്ളത് എന്നൊക്കെ പറയുകയാണെങ്കിൽ അവർ നിങ്ങളുടെ മുന്നിൽ അവരുടെ മനസ്സ് തുറക്കും. ഇനി ഇന്നത്തെ മെഡിറ്റേഷൻ: സ്വസ്ഥമായിട്ടിരിക്കുക. നിങ്ങളുടെ വലതുകൈ ഹൃദയത്തിൽ വെച്ച് കണ്ണുകൾ പതിയെ അടയ്ക്കുക. നിങ്ങളുടെ ഉള്ളിലെ ഇന്നർ ചൈൽഡിനെ കാണാൻ ശ്രമിക്കുക. ഒപ്പം ഇന്നർ ചൈൽഡ് ആവാനും ശ്രമിക്കുക. ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മമാർ നിങ്ങളോട് പറയുന്നതാണെന്ന് സങ്കല്പിക്കുക. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. നീ നമ്മുടെ കുടുംബത്തിൻ്റെ ഭാഗമാകണമെന്ന് അതിയായി ആഗ്രഹിച്ചു. നീ ഇല്ലാതെ ഈ കുടുംബം ഇതുപോലെ ആയിരിക്കുകയില്ല. ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു. ഞങ്ങൾ നിന്നെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു. നീ ഏതെല്ലാം രീതിയിൽ വളരാൻ ആഗ്രഹിക്കുന്നുവോ അതിന് നിന്നെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നീ വളരെ കഴിവുള്ള വ്യക്തിയാണ്. നീ ഇവിടെ ഉള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷം തരുന്നു. നീ ഈ കുടുംബത്തിൽ ജനിച്ചതിന് നന്ദി പറയുന്നു. നീ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. നീ ഞങ്ങളുടെ ജീവിതത്തിലോട്ട് വന്ന് ഞങ്ങളെയും അനുഗ്രഹിച്ചു. ഞങ്ങൾ നിന്നെ ശരിക്കും സ്നേഹിക്കുന്നു. എല്ലാ ദിവസവും കണ്ണാടിയിൽ നോക്കി ഈ കാര്യം നിങ്ങൾ പറയണം. അതുപോലെ നിങ്ങളുടെ പാരൻസ് നിങ്ങളോട് പറയണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം കണ്ണാടിയിൽ നോക്കി നിങ്ങൾ പറയണം. അങ്ങനെ നിങ്ങളുടെ ഉള്ളിലെ ഇന്നർ ചൈൽഡ് സന്തോഷിക്കട്ടെ. നിങ്ങൾ എത്ര പ്രായമുള്ള വ്യക്തിയായിരുന്നാലും കുഴപ്പമില്ല. നിങ്ങളുടെ ഉള്ളിലെ കുട്ടി സ്നേഹവും കരുതലും ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങളുടെ ഇന്നർ ചൈൽഡിനോട് പറയുകയായി നിങ്ങളുടെ ഇന്നർ ചൈൽഡിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണ് സത്യം. ഈ പ്രപഞ്ചത്തിന് നിങ്ങളെ ഇവിടെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾ എല്ലായ്പ്പോഴും സ്നേഹിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയും സ്നേഹിക്കപ്പെടുകയും ചെയ്യും. കാലം അവസാനിക്കുന്നതുവരെ നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും. അങ്ങനെ തന്നെ ഈ മെഡിറ്റേഷൻ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു ഓൾ.